അപ്പൊ ചങ്കുകളെ ചങ്കിടിപ്പുകളെ ആഷിക് ടെക് ബ്ലോഗിൽ നിന്ന് ആഷിക്കായിരുന്നു. അപ്പം നമ്മളെല്ലാ ആളുകളും തിങ്കൾ മുതൽ ശനി വരെ ഒരുപാട് പണിയെടുക്കുന്ന ആളുകളാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു ഞായറാഴ്ചയാണ്. ഈ ഒരു ഞായറാഴ്ച നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. ഒരൊറ്റ ദിവസമേ ഉള്ളൂ. ഒരു ദിവസം കൊണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അപ്പം നമ്മൾ പത്തനാപുരത്ത് നമ്മളെല്ലാ ആളുകളും കേൾക്കുന്ന ഒരു സ്ഥലമാണ് അച്ചൻകോവിൽ. അതായത് പ്രകൃതി രമണീയമായ സ്ഥലങ്ങളും വന്യജീവികൾ ആയിട്ട് സമൃദ്ധമായ സ്ഥലമാണ് ഈ അച്ചൻകോവിൽ എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ നമ്മൾ ആ വഴിക്ക് പോകുന്ന വഴി തന്നെ ചാലിയക്കര എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഈ ചാലിയക്കര എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ഒരു പ്രകൃതി ഭംഗി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവുന്നതാണ്. നമുക്കറിയാം, നമ്മളെല്ലാ ആളുകളും സ്വന്തം സ്ഥലങ്ങൾ വിട്ടുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ നമ്മുടെ സ്വന്തം കൺമുറ്റത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പം നമുക്കറിയാം അങ്ങനെ ഒരു സ്ഥലമാണ്. നല്ല വൈബ് എന്ന് വെച്ചാൽ കിടു വൈബ്, നല്ല അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എടുത്ത് ചാടാൻ തോന്നുകയാണ്. ഇപ്പൊ നമ്മളിപ്പോ അതിൽ പ്രിപ്പറേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. പക്ഷെ ഇപ്പൊ കണ്ടില്ലേ, ഈ അപ്പുവൊക്കെ ഈ വെള്ളത്തിലെടുത്ത് ചാടാനുള്ള ഒരു ടെൻഡൻസിയാണ്, നമ്മൾ ഒരു രീതിയിൽ പിടിച്ചു നിർത്തിയേക്കാണ്. അപ്പം ഇപ്പൊ ഇതിൽ വീഡിയോ പിടിക്കുന്നത് നമ്മുടെ ഷാഹിദാണ്, പിന്നെ അർഷാദാണ്, എൻ്റെ അനിയനാണ്. അപ്പൊ ഇക്കറ ഹോസ്പിറ്റലിലാണ്. ഇപ്പൊ ഒരു ദിവസം ലീവിന് വന്നപ്പോ അവനാണ് നമ്മളെ കൊണ്ടുവച്ചിട്ട് ഒരു ദിവസം നമ്മളിങ്ങനെ ഇരിക്കേണ്ടില്ല, നമുക്ക് ഇറങ്ങി ഒന്ന് കറങ്ങാന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. അപ്പം അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പൊ ഇവിടെ ഫാമിലി ആയിട്ടൊക്കെ അവിടെ കുറെ വൈബുകളൊക്കെ ഉണ്ട്. അങ്ങോട്ട് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. അവിടെ ഒരുപാട് ഫാമിലീസ് ഒക്കെ കുളിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും അങ്ങോട്ട് കാണിക്കുന്നില്ല. അപ്പൊ ഈ ഒരു സ്ഥലം നല്ല വൈബുള്ള, നല്ല എനർജിക്കുള്ള ഒരു ഫീലിംഗ് കിട്ടുന്ന സ്ഥലമാണ്. അപ്പം നമ്മൾ ഇതിൽ വരുന്ന വഴിക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അതൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്താം. അതിലൊരു സ്ഥലമാണ് ചാലിയക്കര. ഈ സ്പോട്ട് എന്ന് പറഞ്ഞാൽ ചാലിയക്കര. അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഒരു ചെറിയൊരു പാലമുണ്ട്. ആ പാലത്തിൽ നിന്ന് സ്റ്റെപ്പ് ഇറക്കിയാൽ നമ്മുടെ ബൈക്കോ കാറാണെങ്കിൽ വന്നാൽ അത് കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സൗകര്യം മുകളിലും കാറിനൊക്കെ പാർക്ക് ചെയ്യാൻ കഴിയും. ഇവിടെ നമുക്ക് ബൈക്കുകൾ കഴുകേണ്ടവർക്ക് വന്ന് കഴുകുകയും ചെയ്യാം, കുളിക്കേണ്ടവർക്ക് കുളിക്കുകയും ചെയ്യാം, എക്സ്പ്ലോർ ചെയ്യേണ്ടവർക്ക് എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യാം. അപ്പൊ അങ്ങനൊരു സ്ഥലമാണിത്. നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയല്ലോ, നമ്മുടെ ഒന്നാമത്തെ സ്പോട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ ചാലിയക്കര നമ്മുടെ ആ ഒരു അച്ചൻകോവിൽ 6 വരുന്ന ഭാഗമായിരുന്നു. അപ്പൊ അതിന്റെ ഒരു എക്സ്പ്ലോറേഷൻ എല്ലാം നമുക്ക് അവിടെ ചെയ്തതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ സ്ഥലമാണ് ഈ പ്രദേശം ഓർത്ത് വെച്ചോ. നമ്മൾ അവിടുന്ന് നേരെ ചാലിയക്കരയിൽ നിന്ന് വരുമ്പോൾ ഒരു വലിയ മരം, ഒരു അറ്റ്മോസ്ഫിയർ കാണാം. അവിടെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. ട്രാൻസ്ഫോമറിന്റെ ഉള്ളിലേക്ക് പോകുന്ന ഒരു വഴിയാണ്. അപ്പൊ ഇവിടുത്തെ സ്ഥലം നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. അപ്പം നമ്മളിത് രണ്ടാമത്തെ സ്പോട്ടിലെ അട്രാക്റ്റീവ് ആവുന്ന, അതായത് കാണാൻ പറ്റുന്ന ഒരു സ്പോട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു തന്നെ പറയാം. നല്ല ഉഷാറക്ക സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കാണാൻ കഴിയും നല്ലൊരു കാര്യമുണ്ട്. പിന്നെ ആരും കനാലിലും കാര്യങ്ങളൊന്നും ഇറങ്ങരുത്, നല്ല ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഈ സ്ഥലം അത്യാവശ്യം ഫേമസ് ആണെന്ന് തന്നെ പറയാം ഈ സ്ഥലങ്ങളിലേക്ക്. ഇപ്പോൾ 1 ഡേ ട്രിപ്പിന് വരുന്ന ആളുകൾക്ക് പറ്റിയൊരു സ്ഥലമാണ്. അപ്പൊ നമ്മൾ ആ ഉഷാറക്ക സ്ഥലം അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യണം. കണ്ടില്ലേ, എന്താ ഒരു രസം, അടിപൊളിയാണ്. ഇപ്പൊ മഴ പെയ്തതിനു ശേഷമാണ് ഈ ഒരു പ്രശ്നം. താഴെ നോക്കുമ്പോൾ ചെറിയൊരു ബംഗ്ലാവ് കാര്യങ്ങളൊക്കെ താഴെയുണ്ട്, തൊട്ട് താഴെ തന്നെ. അപ്പം നമ്മള് വളരെ ഇപ്പൊ തന്നെ ഈ റോഡിൽ അത്യാവശ്യം വെള്ളം കയറിയിട്ടുണ്ട്. അപ്പം വരുന്നവര് അല്പം സൂക്ഷിച്ചൊക്കെ വരിക. നല്ല ഒന്നാന്തര കട്ടറുകളാണ്, പിന്നെ ചെല്ലയാണ്, തെന്നാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ വീഴുമെന്ന് അറിയില്ല ഗൈസ്. അപ്പം നമ്മൾ ആ സ്ഥലത്തിലേക്ക് എത്തിക്കുന്ന കണ്ടില്ലേ, എങ്ങനെയുണ്ട് സ്ഥലം. നമ്മൾ ഈ താഴോട്ടൊക്കെ വ്യൂ കാണാൻ കഴിയും. എങ്ങനെയുണ്ട്. പിന്നെ ഇതിന്റെ അടിയിലൊക്കെ കുറെ സ്പോട്ടുകളുണ്ട്, ചെറിയ വലിയ കുറച്ച് വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും ഇതിന്റെ ഒരു ഭംഗി തന്നെ. ഉഷാറിക്ക സ്ഥലം നമ്മൾ എത്തിയിരിക്കുന്നു. അപ്പൊ ഇവിടെ ഇരുന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വെച്ചാൽ വീണ്ടും നല്ലൊരു വൈബാണ്. അപ്പൊ ആഷിക്കായിരുന്നു. കണ്ടില്ലേ, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ രണ്ടാമത്തെ സ്പോട്ടിൽ നമ്മൾ എത്തിയിരിക്കുന്നു. നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല കാറ്റുണ്ട്. വീഡിയോയിൽ എത്രത്തോളം കിട്ടുമെന്ന് അറിയത്തില്ല, നന്നായിട്ട് കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ കുറച്ച് ആളുകളൊക്കെ അവിടെ നിന്ന് ഒരുപാട് ആളുകൾ ഇങ്ങനെ കാണാൻ വരുന്നുണ്ട്. അവിടെ കുറെ ആളുകളുണ്ട്, അവിടെയും കുറെ ആളുകളുണ്ട്. അപ്പം ഇവിടുത്തെ ഒരു ഭംഗി എന്ന് പറയുന്നത് തന്നെ ഇവിടുന്ന് ഈ ഒരു ലെവലിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോ കിട്ടുന്ന ഒരു സമാധാനം, അത് പത്തനാപുരംകാർക്ക് വേറെ എന്നാണ്. കാരണം കുറഞ്ഞ ചെലവില് ഫാമിലി ആയിട്ടൊക്കെ പോകാൻ പറ്റിയൊരു സ്ഥലം, ഫാമിലി ആയിട്ട് പോകാം, 100% സേഫ് ആയിട്ട് ഫാമിലിയൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു സ്ഥലം. നല്ലൊരു വ്യൂ ആണ്. അപ്പൊ നിങ്ങൾ ഇവിടെ അടുത്തേക്ക് വന്ന് നോക്കിയാൽ തന്നെ കാണാൻ ഉഷാറിക്ക്. അപ്പം അതേപോലെ തന്നെ ഇപ്പുറ സൈഡിലായാലും എല്ലാം നല്ലതാണ്. ഭയങ്കര ഹെവി ആയിട്ട് കാണാൻ രസമുള്ള ഒരു പ്രദേശമാണ്. അപ്പം
ഇവിടുന്ന് തന്നെ എന്തൊക്കെയോ അനൗൺസ്മെന്റ് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മൂന്നാമത്തെ സ്പോട്ടാണ് ഇത്. അമ്പനാർ റിസർവ് ഫോറസ്റ്റിന് അതിലൂടെ പോയിട്ട് മാമ്പഴത്തറയിൽ പോകുന്ന മൂന്നാമത്തെ സ്പോട്ടാണ്. നമ്മുടെ നാലാമത്തെ സ്പോട്ടാണ്. നമ്മൾ അധികം ശബ്ദം ഉണ്ടാക്കുന്നില്ല, കാരണം പ്രകൃതിയുമായിട്ട് നമ്മൾ ഇണങ്ങേണ്ടതുണ്ട് ഇവിടെ വരുമ്പോഴത്തേക്ക്. എന്ന് വെച്ചാൽ ഇവിടുത്തെ സൈൻ ബോർഡുകൾ, ഒരു ഫോറസ്റ്റിന്റെ സൈൻ ബോർഡ് ഉണ്ട്. ഈ സൈൻ ബോർഡ് എന്ന് പറയുന്നത് വൈൽഡ് ലൈഫ് ക്രോസിംഗ് എന്നാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു ആനയും കുഞ്ഞൊക്കെ ഈ റോഡ് മുറിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ്. മൃഗങ്ങളെല്ലാം മുറിച്ച് കടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പം നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഒന്ന് സൈലന്റ് ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരുപാട് സൗണ്ടുകൾക്ക് നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ചീവീടിൻ്റെ ആയാലും മറ്റേ കിളികളുടെ ആയാലും ചെറിയ ചെറിയ മൃഗങ്ങളുടെ ആയാലും ഇതിൻ്റെയൊക്കെ സൗണ്ടുകൾ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ഇപ്പം നമ്മൾ ഇതൊരു വന്ന സമയത്ത് തന്നെ കുറേ മൃഗങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നുള്ളതൊന്നും നമ്മൾ ഗ്യാരണ്ടി പറയുന്നില്ല. അത് നമ്മുടെ ഓരോ ആളുകളുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഈ റോഡ് ക്രോസ് ചെയ്യുന്നത് ഇപ്പം മഴ സമയം കൂടെ ആയതുകൊണ്ട് തന്നെ കുറേ മൃഗങ്ങളെ കാണാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ തന്നെ കാണുന്ന ഒരു വല്ലാത്തൊരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ പ്രകൃതിയുമായിട്ട് നമ്മൾ ഇണങ്ങി നിൽക്കണം ഈ പ്രദേശത്ത് പോകുമ്പോൾ തന്നെ, അതാണ് ശ്രദ്ധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും അവരുടെ ഒരു നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഇതിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്കോ അവർക്കോ നാട്ടുകാർക്കോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ, പ്രകൃതിയെ ആസ്വദിക്കാൻ പറ്റിയ ഒരു ഒന്നാന്തര സ്ഥലമാണ് ഈ വഴി മാമ്പഴത്തറയിലേക്ക് പോകുന്ന ഈ റോഡ് എന്ന് പറയാം. ഇനിയും കാഴ്ചകളുണ്ട്, നമുക്ക് കാണാം. ഓക്കെ, നമ്മൾ അഞ്ചാമത്തെ സ്പോട്ടാണ്. അവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ കാണുന്നത് ഈ റോഡ് കണ്ടാൽ നമുക്കൊരു പാമ്പ് ഇങ്ങനെ ഒരു ആനാക്കൊണ്ടൊക്കെ ഇഴഞ്ഞു പോകുന്നതിന്റെ കൂട്ടാണ്. അത്രയ്ക്ക് വിസിബിൾ ആണ് നമ്മുടെ റോഡ് എന്ന് പറയുന്നത്. ഇത് കാണുമ്പോൾ തന്നെ വേറെ രസമാണ്, ഒരു വൈബാണ്. എന്ന് വെച്ചാൽ നോക്കിയേ, നല്ല രസമുണ്ട്. ഒരു വളഞ്ഞ് ഇങ്ങനെ കയറി പോകുമ്പോൾ നമുക്ക് അത്രയും വിസിബിലിറ്റി കിട്ടുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. നമ്മുടെ റോഡുകൾ അങ്ങനെ അധികം കാണാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. പക്ഷെ നല്ല രസമുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഒരു എക്സ്പ്ലോർ ചെയ്യാം. ഒരു സൈഡിലോട്ട് ഒതുക്കിയിരുന്ന് കുറച്ചൊക്കെ കഥയും കാര്യങ്ങളും നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഉഷാറായി. അപ്പൊ ഇനി നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകാം. മഞ്ഞുതിരും വഴിയരികെ നാളേറെയാ കാത്തു നിന്നു മിഴി നിറയെ പിടയുന്നൊരെന്റെ ജീവനിൽ കിനാവു തന്ന കൺമണി നീയില്ലയെങ്കിലെന്നിലെ പ്രകാശമില്ലിനി വിഴിനീരു പെയ്ത മാറിയ കെടാതെ കാത്ത പുഞ്ചിരി നീ എന്നൊരാ പ്രതീക്ഷയിൽ എരിഞ്ഞ പുൻതിരി മനം പകുത്തു നൽകിടാം കുറുമ്പു കൊണ്ടു മൂടിടാം അടുത്തു വന്നിടാം കൊതിച്ചു നിന്നിടാം വിരൽ കൊരുത്തിടാം സ്വയം മറന്നിടാം ഈ ആശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞ. അങ്ങനെ നമ്മൾ മഴ നനഞ്ഞു ഫൈനലി നമ്മൾ അവസാനത്തെ സ്പോട്ടിലെത്തിയിരുന്നു. മാമ്പഴത്തറയിൽ പോകുന്ന അവസാനത്തെ സ്പോട്ടിലെത്തിയിരിക്കുന്നു. അപ്പം നമ്മൾ മഴ നനഞ്ഞ വീഡിയോകൾ കണ്ടിട്ടുണ്ട്, കുറേ സ്പോട്ടുകൾ കണ്ടിട്ടുണ്ട്. ഇത് ഫൈനലാണ്, ഫൈനൽ ഡെസ്റ്റിനേഷനാണ്. അപ്പം നമുക്ക് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രകൃതിയുമായിട്ട് ഇത്രത്തോളം ഇണങ്ങിയ ഒരു സ്ഥലം എന്ന് പറയാം. അപ്പോൾ അവസാനം നമ്മൾ എത്തിയിരിക്കുന്നത് ആ സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും കാണുന്നതിൻ്റെ കൂട്ടല്ല, നമ്മളിപ്പോൾ കാറൊക്കെ ഒഴിവാക്കി നമ്മൾ ബൈക്കിൽ നനയണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പോൾ നമ്മളിവിടെ അവസാനത്തെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ പോയിന്റ്